ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 4 മണി 4:30 ആയിട്ടുണ്ടാവും. പക്ഷേ പുറത്ത് നല്ല മഴക്കാറാണ് കേട്ടോ. മഴക്കാറ് വന്നിട്ട് ഇരുട്ട് മൂടിയിരിക്കുകയാണ്. ഞാനപ്പോൾ അടുക്കളയിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാമെന്ന് കരുതി കിച്ചണിലോട്ട് വന്നപ്പോൾ കറണ്ട് പോവുകയും ചെയ്തിട്ടാ. വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഇന്നാണെങ്കിൽ ഞാൻ ട്രൈപോഡൊന്നും ഉപയോഗിക്കാണ്ട് കൈ കൊണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഫോണും പിടിക്കും, മറ്റേ കൈ കൊണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. വേറൊന്നുമല്ല, ഞാൻ ആ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ നമുക്ക് ഇന്നത്തെ കിട്ടിയിരിക്കുന്ന മീൻ ഇതാണ് കേട്ടോ. ഉച്ചയായപ്പോഴാണ് വാപ്പ മീൻ കൊണ്ടുവന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് കറി വെക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി. പിന്നെ വൈകുന്നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കും കൂടെ ആയല്ലോ. അങ്ങനെ കരുതി ഞാൻ മീനൊക്കെ റെഡിയാക്കി. ഈ മീനിൻ്റെ പേര് നമ്മളിവിടെ എന്താ പറയുക, കറൂപ്പ് എന്നാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. നിങ്ങളുടെ ഏരിയയിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇതാ ഞാനതൊക്കെ ഒന്ന് കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഉലുവയും ഒക്കെ പൊട്ടിച്ചിട്ട് ഒരു കുഞ്ഞു സവാളിൻ്റെ പകുതി ഒന്ന് വാട്ടി, പിന്നെ തക്കാളിയൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അരപ്പൊക്കെ ഒഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ്ങും ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, മസാലപ്പൊടികളൊക്കെ ഞാൻ വാട്ടുന്ന സമയത്താണ് ചേർത്തത്. തേങ്ങ അരക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താണ് കേട്ടോ അരച്ചെടുത്തത്. അപ്പോൾ അതൊക്കെ ചേർത്ത് മീനൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് പണികളുണ്ട് നാളത്തേക്ക് കൂടിയിട്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്കധികം ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം തേങ്ങാപ്പാൽ എടുത്ത് വെക്കലാണ് ആദ്യത്തെ പണി. അത് 2 ബോട്ടിലാക്കി വെക്കണം. ഒരു ബോട്ടിൽ വാപ്പാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വാപ്പ രാവിലെയും രാത്രിയും ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് രാവിലെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ബോട്ടിലാക്കി വെക്കും. പിന്നെ ഒരു ബോട്ടിലിൽ നമുക്ക് ചായയുടെ കടിക്കും വേണ്ടിയിട്ട് അപ്പത്തിന് ഇവിടെ തേങ്ങാപ്പാലില്ലാതെ ഒരു അപ്പം ഇവിടെ എൻ്റെ മക്കൾക്ക് ചിന്തിക്കാനും കൂടെ പറ്റില്ല. അതാണ് അവസ്ഥ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്ത് അപ്പം ഉണ്ടാക്കിയാലും കറി ഉണ്ടാക്കിയാലും അപ്പത്തിന് എന്ത് കറി ഉണ്ടാക്കിയാലും അപ്പം ചോദിക്കും, ഉമ്മ പാലില്ലേ ഉമ്മാന്ന്. നിങ്ങളുടെ അവിടെ ഉണ്ടാവും ഇതുപോലുള്ള മക്കൾ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഞാൻ ഓരോ പണികൾ കഴിയുമ്പോൾ അതിനുപയോഗിച്ച പാത്രങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കഴുകി വെക്കലാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ അടുത്ത പണിക്ക് പോകുമ്പോൾ അതവിടെ കിടക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ തന്നെ വന്ന് കഴുകി വെക്കണമല്ലോ. ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. പക്ഷേ ഇതെപ്പോഴും ഒന്നും ഞാനങ്ങനെ സ്ട്രിക്റ്റായിട്ട് കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഇപ്പം നമുക്കൊരു വയ്യായ്ക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അസ്വസ്ഥതകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ വയ്യായ്ക മാറുന്നത്, ഒന്ന് ഓക്കെ ആവുന്നത്, അപ്പോൾ നമ്മൾ ആ പണി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ 2 ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ അടുത്ത പണിയിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോഴാണ് ഞാനിതാ ഈ ഒരു സംഭവം കണ്ടത്. ഇപ്പോൾ നിങ്ങളീ കണ്ടത് നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എൻ്റെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താണ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ ആ ഡ്രസ്സ് അവിടെ നിന്ന് എടുപ്പിച്ചിട്ട് അലക്കാനുള്ള ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടിപ്പിക്കലാണ് ചെയ്യൽ കേട്ടോ. അതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് ചോദിക്കാൻ പറയും ചെയ്യാതെ നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ അത് മക്കൾ അറിയത്തുമില്ല. അവർ ഈ ഒരു തെറ്റ് പിന്നീട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എപ്പോഴൊന്നും ഇങ്ങനെ അലസമായിട്ടൊന്നും ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടൊന്നും ഇടലില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയുന്നത് കൊണ്ടായിരിക്കാം. എനിക്ക് വയ്യാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ആൾ ഹെൽപ്പ് ചെയ്യലും ഉണ്ട് കേട്ടോ. അതും പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ആ ബഹളമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ അടുത്ത പണിയിലോട്ട് കിടന്നിട്ടാ. നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടാണ്. മോൻ്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, രുചിയോത്സവം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ
ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ, അതുപോലെ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ, അങ്ങനെ ഒരു 4-5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളത് ചുട്ടെടുക്കുന്ന പലഹാരങ്ങളാണ്. അപ്പോൾ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് അടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ശർക്കരയും തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന് തന്നെ വെക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ആദ്യം ഒരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കറുത്ത് പോകില്ല, അതിൻ്റെ കളർ അങ്ങനെ തന്നെ ഉണ്ടാകുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നാളത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ശർക്കരയ്ക്ക് കൂട്ടിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ തേങ്ങയുടെ കൂടെ നമ്മുടെ 3-4 ഏലക്കായയും പിന്നെ നല്ല ജീരകം ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ട് അതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു തേങ്ങയുടെ മിക്സ് ചേർത്തിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് നമ്മളത് എടുത്ത് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാൻ കേടായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാനത് പിറ്റേ ദിവസം എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ് അടയാക്കി ചുട്ടെടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് മഗ്‌രിബ് ബാങ്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി നിസ്കരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പം മക്കൾക്ക് നേരത്തെ തന്നെ ഫുഡ് കൊടുക്കാന്നുള്ള പ്ലാനിൽ ഞാൻ വന്നപ്പോഴേക്കും മോന് പ്ലേറ്റൊക്കെ എടുത്ത് ചോറൊക്കെ എടുത്ത് കറിയൊക്കെ ഒറ്റക്ക് തന്നെ എടുക്കണേണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഫോൺ ഒരു കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇക്കാക്ക് പാവം തോന്നിയിട്ടായിരിക്കും, ആളാണ് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നത് കേട്ടോ. ഞാൻ മക്കൾക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നതൊക്കെ ആളെടുത്ത് തന്നതാണേ. എനിക്കിങ്ങനെ ഒരുപാട് സംസാരിച്ച് ശീലമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മിനിറ്റിൻ്റെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണത് ഇത്ര മിനിറ്റ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടാണല്ലോ ഒരു കഥ പോലെ പറയണം. അപ്പം ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. സ്റ്റെയർ സെറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാനത് പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ 3 ആൾ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കടിക്കാനായിട്ട് വേണമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ബിസ്ക്കറ്റിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. കബോർഡിൽ പോയി നോക്കിയപ്പം ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് തന്നെ നമ്മളുടെ മീനുകൾക്കൊക്കെ ഫുഡും കൂടെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.